എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് നമ്മളിതിൽ ആഡ് ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പ്ലം കേക്കാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വെൽക്കം ടു മൈ ചാനൽ. മൈ നെയിം ഈസ് നിതു. ഓവനില്ലാതെ എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് കേക്ക് ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ആണിത്. കാണുന്ന പോലെ തന്നെ വളരെ ടേസ്റ്റ് ഉള്ളതും സോഫ്റ്റ് ആയിട്ടുള്ളതും മോയിസ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണിത്. നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒന്നും താണു പോയിട്ടില്ല. പ്ലം കേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യാം. 1/2 കപ്പ് ബ്ലാക്ക് റൈസിൻസ്, 1 ടേബിൾ സ്പൂൺ ഗോൾഡൻ റൈസിൻസ് ആണ് ഇവിടെ ഞാൻ ആഡ് ചെയ്യുന്നത്. 3 കളറിലുള്ള ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. അതെല്ലാം 1 ടേബിൾ സ്പൂൺ വീതം വെച്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കാരമൽ സിറപ്പിലാണ് സോക്ക് ചെയ്തെടുക്കുന്നത്. ഒരു 4 ഡേറ്റ്സ് 5ഓ 6ഓ നമുക്ക് ആഡ് ചെയ്യാം. ഇത് ചോപ്പ് ചെയ്തതിന് ശേഷമാണ് ഇത് ആഡ് ചെയ്യേണ്ടത്. ഇതെല്ലാം സെറ്റാക്കി നമുക്ക് സൈഡിലോട്ട് വെക്കാം. അതിനുശേഷം കാരമൽ ഇതിന് വേണ്ടിയിട്ട് ഒരു അലുമിനിയത്തിൻ്റെ ചിഞ്ചിട്ട് എടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷമാണ് നമ്മൾ ചിഞ്ചിട്ട് അടുപ്പിൽ വെക്കേണ്ടത്. നന്നായി ചൂടായതിന് ശേഷം നമുക്ക് ഷുഗർ ആഡ് ചെയ്യാം. ഈ ഒരു പരുവാകുമ്പം നമുക്ക് തീ മീഡിയം ഫ്ലെയിമിലോട്ട് വെക്കാം. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ചതിന് ശേഷം ഇളക്കി കൊടുത്തു കഴിയുമ്പോൾ ഇത് നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി ഒരു 5-6 മിനിറ്റ് കഴിയുമ്പം ഒരു പുകയൊക്കെ വരാൻ തുടങ്ങും. ആ ടൈമിൽ നമ്മൾ തീ ലോ ഫ്ലെയിമിലോട്ട് വെക്കണം. അതിനുശേഷം നമുക്ക് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിന് കുറച്ച് നല്ല ഡാർക്ക് കളർ വേണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നത്. 2, 3, 4, 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് വെള്ളം ആഡ് ചെയ്യാം. വെള്ളം 1/2 കപ്പാണ് ആഡ് ചെയ്യേണ്ടത്. 1/2 കപ്പ് വെള്ളം 2 പ്രാവശ്യമായിട്ടാണ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം വീണ്ടും 1/2 കപ്പ് ആഡ് ചെയ്യാം. അങ്ങനെ 2 തവണയായിട്ട് കംപ്ലീറ്റ് നമ്മൾ 1 കപ്പാണ് വെള്ളം ഇവിടെ ആഡ് ചെയ്യുന്നത്. ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ ആദ്യം ബ്ലാക്ക് റൈസിൻസ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് സമയങ്ങൾക്ക് ശേഷം ടൂട്ടി ഫ്രൂട്ടി ആഡ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് സ്റ്റൗ മീഡിയം ഫ്ലെയിമിലോട്ടോ ലോ ഫ്ലെയിമിലോട്ടോ വെക്കാം. അങ്ങനെ പറ്റി ഒരു പരുവാകുമ്പം നമുക്ക് അതിൽ നിന്നും ഡ്രൈ ഫ്രൂട്ട്സ് റിമൂവ് ചെയ്ത് കുറച്ച് കാരമൽ സിറപ്പ് അവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമ്മൾ ബാറ്റർ മിക്സ് ചെയ്യുമ്പോൾ ആഡ് ചെയ്യുന്നതാണ്. ഒരു 250 ml കപ്പിലേക്ക് നമുക്ക് 1 കപ്പ് മൈദ എടുക്കാം. അതിൽ നിന്നും 2 ടേബിൾ സ്പൂൺ മൈദ ഞാൻ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇത് ഡ്രൈ ഫ്രൂട്ട് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിനുശേഷം അരിപ്പയിലോട്ട് നമുക്ക് മൈദ ഇടാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂണിൻ്റെ പകുതി സാൾട്ട്, ഇതെല്ലാം കൂടി ചേർത്തതിന് ശേഷം നമുക്ക് സ്പൈസസ് എല്ലാം ആഡ് ചെയ്യാം. പട്ട, ഗ്രാമ്പൂ, ചുക്കുപൊടി, നട്ട്മഗ് പൗഡർ, ജാതിക്ക കുരു പൊടിച്ചത്, അതെല്ലാം 1/4 ടീസ്പൂൺ വീതം വെച്ചാണ് ഞാനിവിടെ ഇടുന്നത്. നന്നായിട്ട് 2-3 പ്രാവശ്യം നമുക്ക് അരിച്ചെടുക്കാം. ഒരു ബൗളിലേക്ക് 100 ഗ്രാം ഓഫ് അൺസാൾട്ടഡ് ബട്ടർ, ഉപ്പില്ലാത്ത ബട്ടറാണിത്, അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ബ്രൗൺ ഷുഗറാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. 1/2 കപ്പ് പൊടിച്ച ബ്രൗൺ ഷുഗർ 2, 3, 4 പ്രാവശ്യമായിട്ട് നമുക്ക് കുറച്ച് ആഡ് ചെയ്ത് ബീറ്റർ വണ്ണയിലിട്ടതിന് ശേഷം മിക്സ് ചെയ്തെടുക്കാം. ബട്ടർ റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം. അതൊന്ന് കൈ കുത്തുമ്പോൾ നമ്മുടെ കൈ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്ന ആ ഒരു പരുവാണ് ബട്ടർ കറക്റ്റ്. അപ്പം നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ട് ഉപയോഗിക്കരുത്. അതിനുശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിനി എഗ്ഗ് ആഡ് ചെയ്യാം. മുട്ട ഞാൻ 2 മുട്ടയാണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. ആദ്യം ഒരു മുട്ട ആഡ് ചെയ്ത് ബീറ്റർ വണ്ണയിലിട്ടതിന് ശേഷം മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷമാണ് രണ്ടാമത്തെ മുട്ട ആഡ് ചെയ്യുന്നത്. ഒരു 2-3 സെക്കൻഡ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ലാസ്റ്റ് നമ്മൾ വാനില എസൻസ് ആണ് ആഡ് ചെയ്യുന്നത്. 1 ടീസ്പൂണാണ് വാനില എസൻസ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന മൈദ ആഡ് ചെയ്യാം. മൈദയും കുറച്ചായിട്ടാണ് ആഡ് ചെയ്യുന്നത്. ക്ലോക്ക് വൈസിലാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കേണ്ടത്. അതിനുശേഷം നമുക്ക് കുറച്ച് മൈദ മാറ്റി വയ്ക്കാം. ഇനി ഡ്രൈ ഫ്രൂട്ട് എടുക്കാം. ഡ്രൈ ഫ്രൂട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ മൈദ നമ്മൾ ആദ്യം മാറ്റി വെച്ചിരുന്നല്ലോ, അതൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇത് ഈ ഡ്രൈ ഫ്രൂട്ട് താഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. മുഴുവൻ ഡ്രൈ ഫ്രൂട്ടും ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മൈദയില്ലേ, അത് ഈ സമയം നമ്മൾക്ക് ആഡ് ചെയ്യാം. അതും 2-3 പ്രാവശ്യമായിട്ട് നമ്മളൊരു സ്പൂൺ കൊണ്ട് കുറച്ചായിട്ട് ഇട്ടതിന് ശേഷം ക്ലോക്ക് വൈസിൽ തന്നെ ഒരു സ്പാച്ചില കൊണ്ട് മിക്സ് ചെയ്യാം. ഇത് നമ്മൾ ആദ്യം മാറ്റി വെച്ചിരിക്കുന്ന കാരമൽ സിറപ്പാണ്. ഈ കാരമൽ സിറപ്പ് കട്ടിയായി പോയെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ച് ഇതൊന്ന് ലൂസാക്കി എടുക്കാം. ഇപ്പോൾ നമുക്ക് കളർ ചേഞ്ച് മനസ്സിലാവുന്നതാണ്. ഈ ഒരു കളറ് കിട്ടണമെങ്കിൽ നമ്മൾ കാരമൽ സിറപ്പ് തന്നെ ഉപയോഗിക്കണം. ഇനി നമുക്ക് ഓറഞ്ച് സെസ്റ്റ് ആഡ് ചെയ്യാം. ഓറഞ്ച് സെസ്റ്റ് 2 ടേബിൾ സ്പൂൺ ആണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ജിഞ്ചർ സെസ്റ്റും ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അതും 1 ടേബിൾ സ്പൂൺ തന്നെയാണ്. ഇനി നമുക്ക് ഡ്രൈ ഫ്രൂട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാം. 1/4 കപ്പ് വീതമാണ് ഞാൻ 2 ഡ്രൈ ഫ്രൂട്ടും എടുത്തിട്ടുള്ളത്. ബദാമും നട്ട്സും ഇത് ക്രഷ് ചെയ്ത് നമുക്ക് ആഡ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ബേക്കിംഗ് ടിന്നിലോട്ട് മാറ്റാം.
7 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ടിന്നാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ബട്ടർ വെച്ച് ഗ്രീസ് ചെയ്തതിന് ശേഷം ബട്ടർ പേപ്പർ ലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ബാറ്റർ പാത്രത്തിലോട്ട് മാറ്റാം. നട്ട്സും ബ്ലാക്ക് റേസിൻസും ഇത് മൈദക്കകത്തോട്ടൊന്ന് കോട്ട് ചെയ്തിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് താന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഓവൻ സെറ്റപ്പ് ഇവിടെ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിരുന്നു. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിരുന്നത്. നന്നായി ചൂടായിട്ടുണ്ട്. ഒരു റിങ് ഇറക്കി വെച്ചതിന് ശേഷം നമുക്ക് ബാറ്റർ അതിലിട്ട് ഇറക്കി വെച്ചെടുക്കാം. ടൈറ്റായിട്ട് നമുക്ക് ഒരു വെയിറ്റും കൂടി അതിൻ്റെ മുകളിൽ വയ്ക്കാം. ഇത് ചൂട് പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഏകദേശം 55 മിനിറ്റ്സ് ആയപ്പോൾ നമുക്ക് ചെക്ക് ചെയ്തപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. സ്ക്യൂറിലൊന്നും പറ്റി പിടിക്കുന്നില്ല. മുകളിലെല്ലാം മൈദ കോട്ട് ചെയ്ത് അങ്ങനെ പറ്റി പിടിച്ചിരുന്നത്. അതുകൊണ്ട് ഞാൻ ബട്ടർ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്താണ്. അപ്പോൾ വളരെ ടേസ്റ്റുള്ള കേക്കാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.